ഗൈസ് ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം മാനവയെ നമ്മളിന്ന് വിലക്കെടുത്തിട്ടുണ്ട്. ഇവിടെ ഒറ്റ മനുഷ്യല്ല, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. മണി 2. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ 2 മണിക്ക് നിങ്ങൾക്ക് ഇവിടെ എന്താണ് പരിപാടി? വേറെ ഒന്നുമല്ല, നമ്മള് വീണ്ടും എറണാകുളത്ത് ബൺ മസ്ക കഴിക്കാൻ പോവാണ് ഗൈസ്. നിങ്ങളുടെ ഫോൺ അനന്തുവിന് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ബൺ മസ്ക. അതുകൊണ്ട് നമ്മള് അനന്തിനെയും കൂട്ടി നമ്മള് എറണാകുളത്ത് പോവുകയാണ്. അപ്പൊ നമ്മൾ ഇനി അവിടെ റീല് ഫുള്ള് അവിടത്തെ കഴിക്കാൻ പറ്റൂല്ലെന്ന് അറിഞ്ഞൂടാ. എന്നാൽ കഴിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കാണിച്ചു തരും. സംഭവം നമ്മളെ ട്രെയിൻ മിസ്സായി പോയി. 12:30-ക്കുള്ള ട്രെയിനായിരുന്നു. ഇനി 3:40 ഉള്ളൂ ഇല്ലടാ. യെസ്, അപ്പൊ നമ്മൾ 3:40 വരെ മാനയും വീതിയിൽ ഇവിടെ കാണും. ഞാൻ വിചാരിച്ചു ഇവിടെ ആള് കാണുമെന്ന്. ഞാൻ വിചാരിച്ച കേസ് ഇവിടെ 2-3 മണി വരെ ആള് കാണുമെന്ന്. സാധാരണ ഇവിടെ ഉള്ളതാണ്, പക്ഷെ ഇന്നിവിടെ ആരുമില്ല. എന്റെ ഐഡിയ പുല്ലിവിടെ ആരുമില്ല. ശോകത്തോടെ ശോകം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഓടി നമുക്ക് ഇവിടെ കാണാം. 3 മണിക്ക് ശേഷേ പോകുള്ളൂ. 3-3:30 ആവും. ഗൈസ് 8ന്റെ പണി കിട്ടി. എറണാകുളത്ത് ഒന്ന് ഇറങ്ങി, പക്ഷെ നമ്മളിന്ന് ഒരു സ്റ്റോറി ഇട്ടപ്പോ ഇന്ന് അവരവിടെ ഇല്ല. തേഞ്ഞ് അല്ലെങ്കിൽ എറണാകുളത്തവൻ എവിടെ കൊണ്ടുപോയി ഇതൊരവസ്ഥ. എനിക്ക് അറിയായിരുന്നു, ഇപ്പോഴേ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. ഞാൻ പണ്ടേ പറഞ്ഞ എറണാകുളത്ത് സർക്കാർ എന്നെ കൊണ്ടുപോയ ഒരു കാര്യം നടക്കില്ല, കേൾക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇനി എന്തായാലും ഇനിയിപ്പോ എറണാകുളം ചുറ്റിക്കറങ്ങി കണ്ട് റീലൊക്കെ എടുത്തിട്ട് പോയത്. എറണാകുളം കാണാത്തൊന്നല്ലല്ലോ. അനന്തിന്റെ ഫോളോവർ കണ്ട് ഫാൻസ് എന്ത് ചെയ്യാൻ എവിടെ പോയായിരുന്നു? ബൺമസ്ക കഴിക്കാൻ വേണ്ടി ഫോളോവറെ കിട്ടില്ലേ? ഹാപ്പി ആയില്ലേ? സൗണ്ട് എത്രമാത്രം കിട്ടുമെന്ന് അറിഞ്ഞൂടാ, മൈക്ക് വെച്ചിട്ടില്ല. നമ്മളിപ്പോ ട്രെയിൻ ഒന്ന് ഇറങ്ങിയുള്ളൂ. നമ്മളെ ട്രെയിൻ ഇതാ പോണതാ. ബൺമസ്കയൊക്കെ പോയി. നമ്മളിനി എന്തായാലും എറണാകുളം ഒന്ന് ചുമ്മാ കറങ്ങി തിരിഞ്ഞ് 2 റീലൊക്കെ എടുത്തില്ലേ? എറണാകുളത്ത് ഡാൻസ് എടുത്തിട്ടില്ല. എന്തായാലും വന്നു. സൗണ്ട് സൗണ്ട് കേൾക്കൊന്നും പറ്റൂല. ഒത്തിരി ഉറക്കെ പറയും. അപ്പൊ ശരി, ബൈ ബൈ.